പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ്ഡ് ആയിട്ട് റാപ്പോ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ കുറെ സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നുക ഇയാളോട് സംസാരിച്ചാൽ നല്ലതാണ്. അപ്പം അതിന് നമുക്ക് വീഡിയോ കോൾ ആണ് കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യാറ്. അത് വാട്സപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ വട്ടവർ അവർക്ക് എന്താണോ. ഞാൻ എന്റെ ടൈം അല്ല കൂടുതലും ക്ലയന്റിനെ പ്രിഫർ ചെയ്യുക. അവർ മെന്റലി ഓക്കെ ആവുന്ന ഒരു സമയമാണ് പ്രിഫർ ചെയ്യുക. പലപ്പോഴും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും നമ്മുടെ മൈൻഡിൽ നമുക്ക് കൺട്രോളിൽ കിട്ടില്ല. അവിടെയാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ പെട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പെട്ടുപോകുന്നതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത. എപ്പോഴും ഞാൻ പറയും നമുക്ക് എന്തോ ആവാം നമ്മുടെ ലൈഫിൽ, പക്ഷെ ബാക്ക് ടു നമ്മളിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ആർത്ത് കരയുന്നതും അല്ലെങ്കിൽ സങ്കടപ്പെടുന്നതും പിന്നെ ചിലവർ കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഒക്കെ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്ന പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണാലിറ്റികൾ നോക്കണം. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാള് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവര് ഒരു ബിഹേവിയർ കാണിക്കും. അവര് വെറുതെ വിടില്ല.